ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പനീർ കറിയാണ്. സ്പെഷ്യലായിട്ടുള്ള ഒരു പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം നമ്മളിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പനീർ പൊട്ടിച്ച് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു മസാലപ്പൊടിയാണ് ഇടുന്നത്. മസാലപ്പൊടി ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒരു മസാല ഇട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ്. നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് ഉപയോഗിച്ച് വറുത്തെടുക്കുകയാണ്. ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ സവാളയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് ലേശം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മളിത് തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അവസാനം ഇച്ചിരി ബട്ടറും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ.